നിവാസികളെ, ദൈവത്തിന് നമ്മളോട് വിശിഷ്ടമായ ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു സ്വല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഈ കാര്യത്തിലേക്ക് എത്തിയിരിക്കണമെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു മനോഹരമായ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വഹിച്ചിടാം താൽമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വഹിച്ചിടാം താൽമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട്
നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പരമാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പരമാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ താങ്ങി ഏൽപ്പിച്ചു. ആ ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ആ ദൈവത്തിന് നന്മ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി നിലകൊള്ളുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. സൃഷ്ടാവായ ദൈവത്തിന്റെ ചില ചിന്തകളുടെ പ്രകാശനവുമായി ദൈവത്തിന്റെ ചിന്തകളെ ഈ പട്ടിമറ്റം ദേശത്തുള്ള നിവാസികളെ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിക്കുവാനാണ് ഇപ്പോൾ ഈ ടീം ഈ ദേശത്തിലൂടെ കടന്നു പോകുന്നത്. എന്താണ് ആ അരുളപ്പാട്? സൃഷ്ടാവായ ദൈവം നമ്മൾ ഓരോരുത്തരോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ തന്റെ മക്കളാക്കി, തന്റെ കുടുംബമാക്കി, ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് പകർന്നു നൽകി നമ്മളോടുകൂടി നിത്യം ജീവിക്കുവാനും ഈ ഭൂമിയുടെ ഭരണം, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണം നമ്മളുടെ കയ്യിൽ ഏൽപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ദേശവാസികളോട് അറിയിക്കുന്നത്. നമ്മളുടെ ചെറിയ ജീവിതത്തിൽ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന ഈ കൊച്ചു ജീവിതം നമ്മളെക്കാൾ ആയുസ്സുണ്ട് നമ്മളുടെ മുൻപിൽ വളരുന്ന വൃക്ഷത്തിന്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ ഗ്രൂപ്പിന്റെയോ പുസ്തകമല്ല. അത് ദൈവം തന്റെ കുഞ്ഞുങ്ങളാവുന്ന നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്നേഹലേഖനമാണ്, സന്ദേശമാണ്. ആ സന്ദേശത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: നമ്മളുടെ ജീവിതം എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയാണ് നമ്മളുടെ ജീവിതം. ഒരല്പസമയമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. രാവിലെ കഞ്ഞിയും കറിയും വെക്കുന്ന സഹോദരിമാരുടെ ചോദ്യം അറിയാം. ആ കഞ്ഞി ചൂടാകുമ്പോൾ ഒരാവി പൊങ്ങുന്നുണ്ട്. ആ ആവി എത്ര നേരമുണ്ട്? ആ ആവി പൊങ്ങുന്നത് കാണുന്നു, പക്ഷേ ഉടനെ തന്നെ അത് മറഞ്ഞും പോകുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം.
ഇതാ നമ്മൾ ജനിച്ചു, പക്ഷെ അധിക സമയം മുമ്പ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ യാത്രയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച്, കോളേജിൽ പഠിച്ച്, ജോലിയെടുത്ത്, ബൈക്കും കാറും സ്കൂട്ടറും ഒക്കെ വാങ്ങി ഒരല്പസമയം അതിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ മരണം വന്ന് നമ്മളെ വിളിക്കുന്നു. അതിൻ്റെ ഇടയിൽ പല രോഗങ്ങളായി, ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, കിഡ്നിയുടെയും ഹാർട്ടിന്റെയും പ്രശ്നങ്ങളായി, മുട്ടുവേദനയായി, കണ്ണ് കാണാതെയായി. ഇതാ ഈ ലോകത്ത് നമ്മൾ അതിവേഗം മാറ്റപ്പെടുകയാണ്. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഞാൻ ഈ ലോകത്തിൽ? ആരാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നു? എന്തുകൊണ്ട് എന്റെ തലയിലെ മുടിയെല്ലാം, കറുത്ത മുടിയെല്ലാം വെളുത്തതായി തീർന്നു? എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാൻ മരിച്ചാൽ തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ്? ഞാൻ മരിച്ചാൽ എന്നെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മളിതൊന്നും ചിന്തിക്കാതെ ഇതാ വയറ് വിശക്കുന്നത് കൊണ്ട് അതിന് കഴിക്കാൻ എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ വേണ്ടി ഓട്ടം. ഈ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ യാത്രയില് സൃഷ്ടാവിന് നമ്മളോട് പറയാനുള്ള സന്ദേശമാണ്, മകനെ, ഞാനാണ് നിന്നെ ഭൂമിയിലേക്ക് അയച്ചത്. നീ സ്വയമായി ഭൂമിയിൽ എത്തിയതല്ല, നിന്റെ ഉടമസ്ഥൻ ഞാനാണ്. നീ എന്നിലേക്ക് മടങ്ങി വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ ദൈവത്തെ തപ്പി നോക്കി, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ചെറിയ ജീവിതയാത്രയിൽ സൃഷ്ടാവിനെ കുറിച്ച് നമ്മളെ ഓർപ്പിക്കുന്നവർ വളരെ വിരളമാണ്. എന്നാൽ ആ സൃഷ്ടാവിന് നമ്മളോട് പറയാനുള്ള സന്ദേശമാണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. ഈ ചെറിയ ജീവിതയാത്ര നമ്മളുടെ ഒരു പരീക്ഷയാത്രയാണ്. ഈ പരീക്ഷയാത്രയിൽ ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ ഹൃദയം കൊണ്ട് അന്വേഷിക്കും. ഞാൻ ആരുടേതാണ് എന്ന് അന്വേഷിക്കും. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അന്വേഷിക്കും. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലെന്ന് അന്വേഷിക്കും. ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് അന്വേഷിക്കും. മരിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതം എന്തെന്ന് അന്വേഷിക്കും. എന്താണ് ബുദ്ധിയുള്ള മനുഷ്യൻ? അവൻ തന്റെ സൃഷ്ടാവിനെ അന്വേഷിക്കും. അങ്ങനെ ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും ഇല്ലാത്ത ഒരു സൃഷ്ടാവ് ജാതിയിലും മതത്തിലും ഗ്രൂപ്പിലും സംഘടനയിലും എല്ലാം കുടുങ്ങിപ്പോയ, പ്രത്യേകിച്ച് മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ മരണമില്ലാത്ത നമ്മുടെ ഉടയവനായ, ഉടമസ്ഥനായ സൃഷ്ടാവ് അന്വേഷിക്കുന്നു. ആ അപ്പനോടുകൂടെ, ആ പിതാവോടുകൂടെ ജീവിക്കുവാൻ നീയും അന്വേഷിക്കുക എന്ന സന്ദേശമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, വചനമെന്ന് മറുപേറുള്ള ആ ക്രിസ്തു മാംസമായി, വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളോട് അറിയിച്ചു, നമുക്കൊരു പിതാവുണ്ട്. നീ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടേണ്ട. മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം അന്വേഷിക്കുക, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. അതിന്റെ അർത്ഥം ആ സൃഷ്ടാവോടുകൂടി ജീവിപ്പാൻ നിന്റെ അധികാരവും നിന്റെ ഓണർഷിപ്പും ആ സൃഷ്ടാവിനെ കൈമാറി സൃഷ്ടാവോടുകൂടെ, ആ സൃഷ്ടാവിന്റെ തലയായി ആ സൃഷ്ടാവോടുകൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കുക. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക, അതിലേക്ക് നീ എത്തിച്ചേരുക എന്ന സന്ദേശമാണ് ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് മാനവരാശിയോട് അറിയിക്കുവാനായിട്ട് ഇടയായത്. പ്രിയ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഈ യാത്രയില് ഇതാ നമ്മളെ നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് മറച്ച്, സൃഷ്ടാവിന്റെ ചിന്തകൾ നമുക്കുണ്ടാകാതെ മറച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകം. ഈ ലോകത്തിന്റെ നടുവിൽ ആ സൃഷ്ടാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ അപ്പൻ, നിന്റെ ഉടമസ്ഥൻ, നിന്റെ ഉടയവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ഉടമസ്ഥൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ജാതിയിലോ മതത്തിലോ സംഘടനയിലോ ഗ്രൂപ്പിലോ അല്ല. നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് തന്റെ മകനായിട്ടാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മകനായി ഭൂമിയിൽ ജനിച്ച നിനക്കും എനിക്കും ഇവിടെ ദൈവത്തിന്റെ മകനായി
മനുഷ്യന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്ന് ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക് ഒരു ഇൻവിറ്റേഷൻ തരുന്നതാണ് ഈ നല്ല വിശേഷം. അതാണ് സുവിശേഷം. ദൈവത്തോടുകൂടെ ജീവിക്കാൻ നിന്നെയും എന്നെയും ഇൻവൈറ്റ് ചെയ്യുന്ന ആ നല്ല വിശേഷത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, പ്രിയ സഹോദരൻ, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ആ നല്ല വിശേഷത്തിലേക്ക് വരുവാൻ, ദൈവത്തോടുകൂടെ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ സൃഷ്ടാവോടുകൂടെ ജീവിക്കുമ്പോൾ എനിക്ക് എന്താണ് ഗുണം ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന്? നല്ലൊരു ചോദ്യം. പ്രിയ മകനെ, പ്രിയ മകളെ, സൃഷ്ടാവോടുകൂടെ ജീവിക്കുമ്പോഴുള്ള നമ്മുടെ പ്രധാന ഗുണം എന്ന് പറയുന്നത് നാം നിത്യരായി മാറും. ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലികരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും മരണം പിടികൂടും, ദ്രവത്വം പിടികൂടും. നമ്മളിവിടെ താൽക്കാലികരാണ്. എന്നാൽ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിത്യരാണ്. ഒരു എറ്റേണൽ ഇൻഹെറിറ്റൻസിന് വേണ്ടി, നിത്യമായ ഒരു അവകാശത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ ദിവ്യമായ കുടുംബത്തിൽ നമ്മുടെ മരണം മാറിപ്പോകും. നമ്മൾ മരണത്തിന്റെ അപ്പുറമായി തീരും. നിത്യം ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരായി തീരും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ആ അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ സ്വകീയ പിതാവോടുകൂടെ, ഉടമസ്ഥനായ സൃഷ്ടാവോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ മരണം മാറുകയും നമ്മളെ നിത്യരായ ദൈവപുത്രന്മാരാക്കി മാറ്റുകയും ചെയ്യും. ഈ ഒരു ചിന്താതലം ആദ്യമേ നിങ്ങൾ ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, മറ്റൊന്ന്, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ രാജാക്കന്മാരായി, ഭരണാധിപന്മാരായി ദൈവം നമ്മളെ ഓരോരുത്തരെയും മാറ്റുവാനായിട്ട് ഇടയാകും. നിങ്ങൾ പക്ഷെ ചോദിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോടുകൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. നല്ല കാര്യം. പക്ഷേ പിന്നെ എനിക്ക് നിങ്ങൾക്കും അതിന് കഴിയുകയില്ല. കാരണം എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റിയത് നമ്മുടെ കളറോ, നമ്മുടെ ജാതിയോ, നമ്മുടെ മതമോ, നമ്മുടെ ഉയരമോ ഒന്നുമല്ല. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് നമ്മുടെ പാപങ്ങൾ മാത്രമാണ്. നമ്മുടെ പാപങ്ങളാണ് നമ്മളെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. എന്നാൽ ആ പാപത്തിന് പരിഹാരമായി നമ്മളെ സ്വകീയ പിതാവോടുകൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടതിന് ഒരുക്കുവാൻ തക്കവണ്ണം ആ പാപത്തിന് പരിഹാരമായി ദൈവം തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ, വചനമെന്ന മറുപേരുള്ള ക്രിസ്തുവിനെ, വചനം മാംസമായി ഭൂമിയിലേക്ക് അരികയും നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ കാൽവറി ക്രൂസിൽ യാഗമാകി ചെയ്തു എന്ന നഗ്ന സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ സത്യം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ആ സത്യത്തിൽ വിശ്വസിച്ച്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ, വചനമെന്ന് മറുപേരുള്ള ക്രിസ്തു, വചനം മാംസമായി ഭൂമിയിൽ വന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് പ്രിയ മകനെ, പ്രിയ മകളെ നീ വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി നീ ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലം ആ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകുവാൻ, മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, ഇതാ ആ സൃഷ്ടാവിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക്, മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത കുടുംബത്തിലേക്ക്, ജഡ കുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്ക്. എത്ര ശ്രേഷ്ഠമായ പദവിയാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപുത്രനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്ന് പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിപ്പാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, നീ കടന്നു വരുന്നുവെങ്കിൽ തുടർന്ന് സൃഷ്ടാവായ ദൈവത്തോടൊപ്പം, സ്വർഗസ്ഥ പിതാവോടൊപ്പം, അത്യുന്നതനായ താൻ മാത്രം അമർത്യതയുള്ള, മനുഷ്യരാരും കാണാത്ത, കാണാൻ കഴിയാത്ത, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഇതാ ഹൃദയശുദ്ധിയുള്ളവരായി ആ ദൈവത്തെ കാണുവാൻ നമുക്ക് ഒരുങ്ങാം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന 2 നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്താണ് രാജ്യത്തെ സുവിശേഷം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. തുടർന്ന് മറ്റൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് ഇവിടെ എറണാകുളം പൂക്കാട്ടുപടിക്കടുത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാന യോഗത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നതാണ് ആ സന്ദേശം. ഇതാ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക, ധ്യാനത്തിന് കടന്നു വരിക. അതുവഴി ഈ ദൈവ കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാനും അതിനായി യേശുക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ മനസ്സിലാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഇതാ ഓർപ്പിക്കുകയാണ്. നാളെ ഞങ്ങൾ ഈ സന്ദേശം കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇതാണ് യേശു കർത്താവ് പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷം. ഇത് സാക്ഷ്യമായി പട്ടിമറ്റം ദേശത്തെ ജനത്തോട് ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹാസ്നേഹം ഈ ജനത്തെ, ഈ പട്ടിമറ്റം ദേശത്തുള്ളവരെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഈ ഏവരെയും അങ്ങ് അറിയിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നല്ല പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. മനുഷ്യർ തിരിച്ചറിയുന്നില്ല അവർ ഏതാനും ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന്. എന്നാൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന കിക്കൊടിക്ക് തുല്യമായ ജീവിതമെന്ന് അങ്ങ് അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ചെറിയ ജീവിത യാത്രയിൽ അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ ഈ ശബ്ദ കാഴ്ചപ്രതിയുള്ള എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവെ രക്ഷകനായി സ്വീകരിച്ച ക്രിസ്തുവെ അനുഗമിച്ച് ആ ക്രിസ്ത്യാനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് സൃഷ്ടാവായി ദൈവത്തിൽ എത്തിച്ചേരുവാൻ ഈ മക്കളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട നശിച്ചു പോകാൻ അനുവദിക്കാതെ അങ്ങയുടെ സ്വർഗീയ ഒഴുക്കിലേക്ക് പ്രവേശിക്കാൻ അങ്ങയുടെ മക്കളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഈ ദേശത്തെയും ദേശവാസികളെയും ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെയും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെയും ഇവിടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ഒരനുഗ്രഹമായിരിക്കട്ടെ. ഈ പട്ടിമറ്റം ദേശം വീണ്ടും ദൈവരാജ്യ പ്രവചനത്തിന് സാക്ഷ്യമായി തീർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നന്ദി, നമസ്കാരം.